കാർഷിക മേഖലയിൽ വയനാടിൻ്റെ അഭിമാനമായ വിത്തുത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. 9ാമത് വിത്തുത്സവമാണ് എം.എസ്. സ്വാമിനാഥൻ റിസർച്ച് ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത്. അതായത് പുത്തൂർ വയലിലാണ് ഈ 3 ദിവസത്തെ വിത്തുത്സവം നടക്കുന്നത്. ആദിവാസി വികസന സമിതി, സീഡ് കെയർ, എം.എസ്. സ്വാമിനാഥൻ റിസർച്ച് സെൻറ്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണുള്ളത്. ഇതാ 300 ഇനം വാഴകൾ, എല്ലാ വാഴകളും, നേന്ത്രവാഴയടക്കം 300 ഇനം വാഴകൾ, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വിവിധ ഇനങ്ങൾ, പലതരം കുരുമുളക് ചെടികളെ, കുറ്റിക്കുരുമുളകടക്കം നമുക്കിവിടെ കാണാം. ഇത് നമ്മുടെ മാട്ടിൽ അലവിക്കയാണ്. മാട്ടിൽ അലവിക്ക അദ്ദേഹത്തിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ പരമ്പരാഗത കർഷകർ, ജൈവ കർഷകർ എല്ലാവരും തങ്ങളുടെ നാട്ടറിവുകളും പരമ്പരാഗത അറിവുകളും എല്ലാം മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി, വിത്തുകൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണിത്. 9 വർഷമായി വിജയകരമായി നടക്കുകയാണ്. ഇഞ്ചിയുണ്ട്, കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഇനം പയറുവർഗ്ഗങ്ങളുടെയും ചേമ്പ്, ചേന, കാച്ചിൽ തുടങ്ങിയവയുടെ എല്ലാം പ്രദർശനമുണ്ട്. അവയെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഓരോന്നിനെക്കുറിച്ചും കൃത്യം പഠിക്കാൻ പറ്റും. ഓരോന്നും ഉൽപ്പാദിപ്പിക്കുന്ന, കൃഷി ചെയ്യുന്ന കർഷകരോട് നമുക്ക് സംവദിക്കാൻ പറ്റും. ധാരാളം ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ കൃഷി അറിവുകളുള്ളവരും എക്സ്പേർട്ടുകളും എല്ലാം ഈ വിത്തുത്സവത്തിന് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. പലതരം നമ്മൾ കണ്ടിട്ടില്ലാത്തതും കാണാൻ കൊതിക്കുന്നതും നമുക്ക് രുചിക്കാൻ ഇഷ്ടമുള്ളതുമൊക്കെയായ വിഭവങ്ങളെല്ലാം ഉണ്ട്. മില്ലറ്റ്സിൻ്റെ പ്രത്യേക ശേഖരമുണ്ട്, ചെറുധാന്യങ്ങളുടെ. അതുപോലെ തന്നെ നെല്ലിൻ്റെ പല വൈവിധ്യങ്ങൾ ഉണ്ട്. അങ്ങനെ ജൈവ വൈവിധ്യത്തിൻ്റെ വലിയൊരു കലവറയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിത്തുത്സവത്തിൽ. 3 ദിവസമാണ് ഇത് കാണാനും പഠിക്കാനും ഈ സെമിനാറുകളിലൊക്കെ സംബന്ധിക്കാനും ഒക്കെ എല്ലാവർക്കും അവസരമുള്ളത്. ധാരാളം ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. കേരളത്തിന് പുറത്തുനിന്ന്, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ചില കർഷകർ കൂടി അവരുടെ വിത്തുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അറിവുകളെല്ലാം പകരാൻ പറ്റും. നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കൃഷിയിൽ നിന്ന്, കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവ വാങ്ങാൻ പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. നബാർഡിൻ്റെ സ്റ്റാളുകളുണ്ട്, കോഫി ബോർഡിൻ്റെ നല്ല രുചികരമായ കാപ്പിയുണ്ട്, കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളുണ്ട്, കൃഷി വകുപ്പിൻ്റെതും അതുപോലെ തന്നെ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെതും ഒക്കെ ആയിട്ടുള്ള നിരവധി വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജ്ഞാനത്തിൻ്റെയും വലിയൊരു അറിവിൻ്റെയും അതുപോലെ തന്നെ പരമ്പരാഗത വിത്ത് കൈമാറ്റത്തിൻ്റെയും വലിയൊരു സമ്മേളന വേദിയായി, സംഗമ വേദിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം, കൗതുകകരമായ ഒട്ടനേകം ഓർക്കിഡുകളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓർക്കിഡുകളെല്ലാം സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിൻ്റെ തന്നെ കൈവശമുള്ള ഓർക്കിഡുകളാണ്. അപ്പോൾ വന്യ ഓർക്കിഡുകളെല്ലാം സംരക്ഷിച്ചു വരുന്നതിൽ സ്വാമിനാഥൻ ഗവേഷണ നിലയം പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. ഏതായാലും വയനാട്ടിലെ കർഷകർക്ക് മാത്രമല്ല, കേരളത്തിലെ കർഷകർക്കെല്ലാം വലിയൊരു അവസരമാണ് ഈ സീഡ് ഫെസ്റ്റ് അഥവാ വയനാട് വിത്തുത്സവം ഒരുക്കിയിട്ടുള്ളത്. ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നായിരുന്നു.